കള്ളിക്കാട് പഞ്ചായത്തിൽ വീണ്ടും ഭരണമുറപ്പിക്കാൻ ശക്തരായ എതിരാളികളെ ഇറക്കി ഇടതുപക്ഷം. കള്ളിക്കാടിൻ്റെ ജനകീയ മുഖവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വിനോദ് കുമാർ ഇത്തവണ മത്സരരംഗത്തുണ്ട്. ഭരണം തിരിച്ചുപിടിക്കുമെന്നും മുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നുമാണ് വിനോദ് കുമാർ പറയുന്നത്. കള്ളിക്കാട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഒരുപാട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വിനോദ് കുമാർ. വിനോദ് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത്തവണ കള്ളിക്കാട് രാഷ്ട്രീയം കുറച്ച് കടുത്തതാണ്. ഒരിക്കൽ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ നേതൃത്വവുമായാണ് കള്ളിക്കാട് പഞ്ചായത്തിൽ ഇടതുപക്ഷം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്തായാലും വിനോദ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ശരിക്കും ഒരു 5 വർഷം നമ്മളിപ്പോൾ മറ്റൊരു കക്ഷിയാണ് ഭരിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ കള്ളിക്കാടിനെ സംബന്ധിച്ചോളം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്താണ് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തൊക്കെയാണ്? കള്ളിക്കാടിൻ്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും ഇടതുപക്ഷ മനസ്സുള്ള രാഷ്ട്രീയമാണ്. സഖാവ് ആർ ബാലകൃഷ്ണപിള്ള, സഖാവ് കള്ളിക്കാട് ഗംഗൻ, സഖാവ് പി സുന്ദരൻപിള്ള, സഖാവ് കെ കുഞ്ഞിരാമൻപിള്ള തുടങ്ങിയ പഴയ തലമുറയിലെ നേതാക്കൾ അവരുടെ അർപ്പണബോധത്തോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് കള്ളിക്കാട് പഞ്ചായത്ത് ഇന്ന് നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങൾ നേടിയിട്ടുള്ളത്. ഏതാണ്ട് 4 നൂറ്റാണ്ടിലേറെ കാലം ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകി. അതിനുശേഷം ശ്രീ പി സുന്ദരൻപിള്ള അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയും 7 വർഷക്കാലം ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ അധികാര സംവിധാനങ്ങളൊന്നുമില്ല എങ്കിലും, ജനകീയാസൂത്രണ പ്രസ്ഥാനവും അധികാര വികേന്ദ്രീകരണവും ഒന്നുമില്ലെങ്കിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അടിത്തറ പാകുന്നതിനും തീക്ഷ്ണമായ സമരത്തിലൂടെ നെയ്യാർ ഡാം സ്കൂൾ പോലെയുള്ള സംരംഭങ്ങൾ നേടിയെടുക്കുന്നതിനും പ്രാഥമികാരോഗ്യ കേന്ദ്രവും മറ്റ് സർക്കാർ ഓഫീസുകൾക്കും ഭൂമി കണ്ടെത്തി അവയൊക്കെ സ്ഥാപിക്കുന്നതിനും അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകി എന്ന് മാത്രമല്ല, കർഷക തൊഴിലാളികളും പിന്നോക്ക ജനവിഭാഗങ്ങളും ധാരാളമുള്ള ഈ പ്രദേശത്ത് കുടികിടപ്പ് അവകാശം ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്ന നിയമങ്ങൾ പ്രാബല്യത്തിലാക്കാനും അയിത്തവും അനാചാരവും ചാതുർവർണ്ണയവും നിലനിന്ന ഒരു പഞ്ചായത്തിൽ അതൊക്കെ അവസാനിപ്പിക്കുന്നതിന് പിന്നോക്ക ജനവിഭാഗങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം ജീവിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മണ്ണാണ് ഈ കള്ളിക്കാട്. അവരുടെയൊക്കെ പിന്മുറക്കാരാണ് ഇന്നുമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കൈത്തെറ്റ് ഏതോ തരത്തിൽ ഈ കള്ളിക്കാട്ട് ജനതയ്ക്ക് സംഭവിച്ചു പോയി എന്നുള്ളതാണ്. ആ കൈത്തെറ്റിൻ്റെ ദുരന്തം 5 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു. അത് തിരുത്താനുള്ള ആവേശകരമായൊരു മുന്നേറ്റമാണ് ഇന്നിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എനിക്കറിയാം, താങ്കൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഈ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈ ഒരു കാലത്തെ ഒരു അനുഭവ സമ്പത്തുണ്ട്. ഇപ്പോൾ കള്ളിക്കാട് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ താങ്കളുടെ ആ പഴയ കാലം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യയശാസ്ത്ര ബോധം പഠിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതല്ല. കടുത്ത വിശപ്പും ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ അതിജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. 7ാം ക്ലാസ് വരെ മൈലക്കര UP സ്കൂളിലെ അധ്യാപകരുടെ സഹായത്തോടെയാണ് ഞാൻ പഠനം നടത്തി വന്നത്. ആ അധ്യാപകരിൽ പ്രഥമനായിരുന്ന മൈലക്കര UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ സ്ഥാണുമാലയം പിള്ള സാറാണ് 7ാം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ പഠനം വഴിമുട്ടി പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സുന്ദരൻ പിള്ള, കുഞ്ഞിരാമൻ പിള്ള തുടങ്ങിയ സഖാക്കളെ വിളിച്ച് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നെ പഠിക്കാൻ സഹായിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടുകയും അങ്ങനെ എന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റെടുത്ത് ഇന്ന് കാണുന്ന വിനോദാക്കി രൂപപ്പെടുത്തിയത് ഈ മഹത്തായ പ്രസ്ഥാനമാണ്. അതിലൂടെയാണ് ഞാൻ പൊതുവിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 8ാം ക്ലാസ് മുതൽ 12ാം വയസ്സിൽ 8ാം ക്ലാസ് മുതൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, ബാലസംഘത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ശക്തമായി ഇടപെട്ട് ക്രിസ്ത്യൻ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും മാഗസിൻ എഡിറ്ററായും സർവകലാശാല യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായും ഒക്കെ പ്രവർത്തിക്കാനും SFIയുടെ തിരുവനന്തപുരം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കാനുമൊക്കെ എനിക്ക് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് കഴിഞ്ഞു. പിന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കാട്ടാക്കട ഏരിയയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് 2000 ആദ്യമായി
ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അല്പം പോലും വേരോട്ടമില്ലാത്ത, വളരെ ദയനീയമായി തുടർച്ചയായി ഇടതുപക്ഷം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് വാർഡ് രണ്ടായി വിഭജിച്ച്, മൈലക്കര മഞ്ചാടിമൂട് വാർഡുകളായി വിഭജിച്ച് മത്സരം നടക്കുന്ന ഘട്ടത്തിൽ മഞ്ചാടിമൂട് വാർഡിൽ നിന്ന് ഏതാണ്ട് 236 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ആദ്യമായി കള്ളിക്കാട് പഞ്ചായത്തിലെ മെമ്പറായി വന്നത് 2000-2005 കാലയളവിൽ അങ്ങനെ പ്രവർത്തിച്ചു. തുടർന്ന് ഞാൻ കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ജീവനക്കാരനായി. ആ ഘട്ടത്തിൽ 2010 വീണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർട്ടി എന്നോട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് ഞാൻ മൈലക്കര വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. 2010 നല്ല ഭൂരിപക്ഷത്തോടെ എൻ്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചു. അങ്ങനെ 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. 2015 വീണ്ടും കള്ളിക്കാട് വാർഡിൽ നിന്നുകൊണ്ട് ഞാൻ മത്സരിച്ചു. ഒരുപക്ഷെ കള്ളിക്കാട്ടെ ജന്മം കൊണ്ട 2 വ്യക്തികളാണ് എനിക്കെതിരായി, കള്ളിക്കാട് പഞ്ചായത്തിലെ പ്രബലരായ 2 നേതാക്കളാണ് 2015 എനിക്കെതിരെ മത്സരിച്ചത്. എന്നിട്ടും ഈ കള്ളിക്കാട്ട ജനങ്ങൾ എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ അവർ വിജയിപ്പിച്ചു. അവരുടെയൊക്കെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പൊതുരാഷ്ട്രീയ രംഗത്ത് ഉയർത്തിപ്പിടിക്കേണ്ട എല്ലാ രാഷ്ട്രീയ വിശുദ്ധിയും കൃത്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള അനുഭവവും ചാരിതാർത്ഥ്യവുമാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നി വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ട് അത് പൂർത്തിയാകാതെ പോയി എന്നുള്ളൊരു ബോധ്യം ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ അധികാരം, അത് ഇടതുപക്ഷത്തിലേക്കാണ് ഈ അധികാരം തിരിച്ചു വരികയാണെങ്കിൽ എന്ത് കാര്യത്തിലായിരിക്കും പ്രധാനമായും ശ്രദ്ധയുള്ളത്? അധികാര തുടർച്ച നഷ്ടപ്പെട്ടു പോയത് നമ്മൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ ഒന്നും അതിൻ്റെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതുണ്ട്. കാർഷിക മേഖലയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിൽ കൃത്യമായൊരു മുന്നോട്ട് പോക്കിന് ആട് വളർത്തൽ, പശു വളർത്തൽ, അങ്ങനെയൊക്കെയുള്ള കോഴി വളർത്തൽ പോലെയുള്ള തൊഴിൽ സംരംഭങ്ങൾ സാധാരണ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വിത്തും വളവും നൽകിക്കൊണ്ട് എല്ലാ വീടുകളിലും ജൈവ കാർഷികത്തോട്ടം നിർമ്മിച്ച് അത് തുടർച്ചയായി ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ആ വീട്ടിൽ തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ, അതിന് അവരൊന്നും ചെയ്യേണ്ടതില്ല. അവർക്കാവശ്യമായ സ്ഥലം മാത്രം മതി. ആ സ്ഥലത്ത്, ഉള്ള സ്ഥലത്ത്, അത് 5 സെൻറ്റാകാം 3 സെൻറ്റാകാം എത്രയാവാം, ഉള്ള സ്ഥലത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലാളികൾ പോയി പ്ലാൻ ഫണ്ടിൽ നമ്മൾ വിത്തും വളവും നൽകിക്കൊണ്ട് കൃഷിത്തോട്ടമുണ്ടാക്കി അവരെ ഏൽപ്പിച്ച് അവരത് സംരക്ഷിച്ച് അങ്ങനെ ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രവർത്തനത്തിന് കഴിഞ്ഞ കാലങ്ങൾ തുടക്കം കുറിച്ചിരുന്നു. പിന്നീട് അതെല്ലാം പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതി വന്നു. ക്ഷീരകർഷകരെ സഹായിക്കാൻ അവർക്ക് നൽകുന്ന പാലിൻ്റെ സബ്സിഡി സംസ്ഥാനത്തിന് ഏറ്റവും മാതൃകയാവുന്ന രൂപത്തിൽ ക്ഷീരകർഷകർക്ക് 2 രൂപ സബ്സിഡി ഓരോ ലിറ്റർ പാലിന് നൽകുന്ന പദ്ധതിയുടെ ഒരു മാതൃകാ പ്രോജക്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ കള്ളിക്കാട് പഞ്ചായത്തിലാണ്. പിന്നീട് ആ പ്രോജക്റ്റ് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇന്ന് സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ആ പ്രോജക്റ്റ് നടപ്പിലാക്കും. അങ്ങനെ കാർഷിക മേഖലയെ ഉപയോഗപ്പെടുത്താൻ, പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും മാതൃകാപരമായി പലതും ചെയ്യാൻ കഴിയുമെന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് പെരിഞ്ഞാങ്കടവിൽ ഇന്ന് അഭിമാനമായി നിലകൊള്ളുന്ന നെയ്യാറിന് കുറുകെയുള്ള പാലം. ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ 1 കോടി രൂപ അടങ്കൽ വെച്ച് തുടങ്ങിയ പദ്ധതി 93 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ആ നെയ്യാറിന് കുറുകെ മനോഹരമായ പാലവും, അതുപോലെ സ്വർണ്ണക്കോട് മൂഴി ബണ്ട് റോഡും ദൈവപുര കൊഞ്ഞാർ റോഡുമൊക്കെ ആ ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചു. തുടർച്ചയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ കള്ളിക്കാട് പഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണെങ്കിലും തുടർച്ചയായി 1-ാം സ്ഥാനം നേടുന്ന നിലയിലേക്ക് ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ശ്രദ്ധേയമായ പങ്ക് എല്ലാ തൊഴിലാളികൾക്കും 100 ദിവസവും തൊഴിൽ ലഭ്യമാക്കുന്ന രൂപത്തിൽ അവർക്ക് മെച്ചപ്പെട്ട ഇന്ന് ആ തൊഴിലാളികൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള പുതിയ ചില നിയമനിർമ്മാണങ്ങളുടെയൊക്കെ ഭാഗമായി തൊഴിൽ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. അതെല്ലാം പരമാവധി ലഘൂകരിച്ചുകൊണ്ട് അവർക്ക് ഉൽപ്പാദനപരമായ പ്രോജക്റ്റുകളിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ യോജിപ്പിച്ച് ആ പദ്ധതിയെ വിപുലീകരിച്ച്
തൊഴിലാളികൾക്ക് കൂടി കൂടുതൽ അനായാസമായി ജോലി ചെയ്തു പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിനെ മെച്ചപ്പെടുത്തണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ റോഡുകളെല്ലാം ഇന്ന് ഒരുപക്ഷെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ അധികാരം ഒഴിയുന്ന സമയത്ത് എല്ലാ റോഡുകളും ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളായി. ഇന്നിപ്പോൾ MLA സഹായത്തോടെ എല്ലാ PWD റോഡുകളും BLBC നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ പഞ്ചായത്ത് റോഡുകളുടെ നിലവാരമെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. പല പ്രദേശത്തേക്കും വാഹന ഗതാഗതം പോകുന്നില്ല. ഓട്ടോറിക്ഷകൾ പോലും വിളിച്ചാൽ പോകാത്ത അവസ്ഥ. വില്ലിടുംപാറ, ചെറിഞ്ഞാങ്കോണം പോലെ അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തെയും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ റോഡുകളൊക്കെ പരമാവധി ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടുകൂടി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കി മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതി, ഇന്നിപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്ന ആ പദ്ധതിയിലൂടെ കുറേയധികം ആളുകൾക്ക് ഈ പഞ്ചായത്തിൽ വീട് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വാസയോഗ്യമായ ഭവനം എന്നുള്ള നിലയിലേക്കുള്ള പദ്ധതി കൊണ്ടുവരണം. അതുപോലെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി 1,35,00,000 രൂപ ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്ത് അടങ്കൽ അംഗീകരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ്. പിന്നീട് വന്ന ഭരണസമിതി അത് ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ പദ്ധതി നിർവഹണത്തിൽ ഒരുപാട് അപാകതകൾ നേരിട്ടു. അതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലെ ആളുകൾക്കൊന്നും ഇപ്പോൾ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കുടിവെള്ളം കിട്ടുന്ന അവസ്ഥ ഈ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലുമുണ്ട്. കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന ഒരവസ്ഥ. എന്നാൽ നെയ്യാറും ഈ ജലസ്രോതസ്സും ഈ പദ്ധതിയും എല്ലാം ഇവിടെ ഉണ്ടായിട്ടും, കാളിപാറ ശുദ്ധജല പദ്ധതി അടക്കം ഉണ്ടായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കുടിവെള്ളം കിട്ടുന്ന ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. അത് ഓരോ മേഖലയായി എടുത്ത് പരിശോധിച്ച് എല്ലാവർക്കും കുടിവെള്ളം എന്നത് ഏറ്റവും നല്ല നിലയിൽ, അതുപോലെ തെരുവിളക്കുകൾ നമ്മുടെ MLA MP-മാരുടെ സഹായത്തോടെ ഒട്ടനവധി ഹൈമാസ്റ്റ് ലൈറ്റുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊന്നും ഇന്ന് കത്തുന്നില്ല, എല്ലാം അടഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് പ്രകാശപൂരിതമായൊരു ഗ്രാമമാക്കി മാറ്റണം. പിന്നെ നെയ്യാർ ടൂറിസ്റ്റ് കേന്ദ്രം നമ്മുടെ സ്വപ്നമാണ്. അതിൻ്റെ വികസനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ നിരവധിയായ സ്വപ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തുടങ്ങി വെച്ച പല പദ്ധതികളും വഴിക്ക് ഉപേക്ഷിച്ചു. ഇപ്പോൾ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ വർഷവും പദ്ധതി ആരംഭിക്കുന്നത് ഏപ്രിൽ 1 കുട്ടികളുടെ സമ്മർ കോച്ചിങ് ക്യാമ്പോട് കൂടിയായിരുന്നു. സ്കൂൾ കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ പോഷകാഹാരവും കായിക പരിശീലനവും 2 മാസക്കാലം നൽകിക്കൊണ്ട് അടുത്ത തലമുറയെ നാടിന് ഗുണകരമാക്കുന്ന പദ്ധതിയോട് കൂടിയാണ് LDFിൻ്റെ പഞ്ചായത്ത് ഭരണസമിതികൾ മുന്നോട്ട് പോയിരുന്നത്. ആ പദ്ധതിയൊക്കെ പാടെ ഉപേക്ഷിക്കപ്പെട്ടു. അതുപോലെ 5 ചങ്ങല പ്രദേശത്തും കാച്ച്മെൻറ്റ് ഏരിയയിലും അതുപോലെ ലക്ഷം വീടുകളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ചോർന്നൊലിക്കുന്ന വീടുകളിൽ അവർക്ക് സ്വന്തം ഭൂമിയില്ല, ഭൂമിയുടെ അവകാശമില്ലാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പട്ടയം കൊടുക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ലഭിക്കാത്ത കാലത്തോളം അവർക്ക് അവരുടെ ചോർന്നൊലിക്കാത്ത വീടുകളെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരുന്നത് ആ മേഖലയിൽ നടപ്പിലാക്കിയിരുന്ന വീട് മെയിൻ്റനൻസ് പോലെയുള്ള പദ്ധതികളാണ്. അതൊക്കെ ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആ നിലയിലേക്ക് മാറി. അതുപോലെ നല്ല ഫലപ്രദമായി അയൽസഭകളടക്കം രൂപീകരിച്ച് ഗ്രാമസഭകളെ ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് ഉയർത്തി സുതാര്യമായ ജനകീയാസൂത്രണ പ്രസ്ഥാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്നത്. ഇന്നിപ്പോൾ ഗ്രാമസഭകളിൽ എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾ അറിയുന്നില്ല. ഗ്രാമസഭാ മിനിറ്റ്സിനകത്ത് എന്താണ് രേഖപ്പെടുത്തി വയ്ക്കുന്നതെന്ന് അവർക്കറിയുന്നില്ല. ജനപ്രതിനിധികൾക്ക് താല്പര്യമുള്ള അനുസരിച്ച് ഗ്രാമസഭകളെ വളച്ചൊടിച്ച് മിനിറ്റ്സുകൾ രേഖപ്പെടുത്തി ഇഷ്ടപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കാനുള്ള അവസരം ഇന്ന് ഒരുക്കി വച്ചിരിക്കുകയാണ്. അതൊക്കെ ജനകീയാസൂത്രണം എന്ന സങ്കല്പത്തെ തന്നെ വികലമാക്കുന്ന കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു വികസന സംസ്കാരം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വികസന പുരോഗതി, കള്ളിക്കാട് പോലെയുള്ള ഈ ഗ്രാമത്തിൽ ഒരു ചെറിയ ഗ്രാമമാണ്, ആ ചെറിയ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും സന്തോഷത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഹാപ്പിനെസ് ഗ്രാമം എന്നുള്ളതാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ആ നിലയിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തണം. ടൂറിസം മേഖലയിലടക്കം ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ നിലയിൽ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇന്ന് അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലയൺ സഫാരി പാർക്ക് പോലെയുള്ള സംരംഭങ്ങളൊക്കെ അടച്ചുപൂട്ടപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ് ലൈസൻസ് പുതുക്കി കൊടുക്കാത്തതാണ്. അതിൻ്റെ മതിയായ ഭൂമിയില്ല എന്ന കാരണം കൊണ്ടാണ് ലൈസൻസ് പുതുക്കി കൊടുക്കാത്തത്. അതിൻ്റെ ഭാഗമായി വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടിരുന്ന നെയ്യാർ ഡാമിൻ്റെ അവസ്ഥയൊക്കെ ശോചനീയമാണ്. അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട MLAയുടെ ഭാഗത്ത്, ഗവൺമെൻറ്റിൻ്റെ
എൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അവരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം നടത്തണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊരു കൂട്ടായ നേതൃത്വം എന്ന നിലയ്ക്ക് ആ നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിപുലമായ ആലോചനകളും ചർച്ചകളും ജനങ്ങളുമായി നടത്തി ഒരു വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കി അടുത്ത 5 വർഷം വലിയ മാറ്റം നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കള്ളിക്കാട് ഇപ്പോൾ എത്ര വാർഡുകളാണുള്ളത്? കള്ളിക്കാട് 14 വാർഡുകളാണ്. 14 വാർഡുകൾ. പുതുതായി വാർഡുകൾ എന്തെങ്കിലും വന്നിട്ട്? ഒരു വാർഡ്. അപ്പോൾ എന്തായാലും ആ 14 വാർഡിലും ശക്തമായ മത്സരം ഉണ്ടാവും. 14 വാർഡുകളെ തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു സ്ഥിതി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു അതിരുകളോ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ വികലമായ രൂപത്തിലാണ് വാർഡുകളെ തന്നെ വിഭജിച്ചത്. അതിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഞങ്ങൾ പരാതിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തുവെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല, അംഗീകരിക്കപ്പെട്ടു വന്നില്ല. അതിൻ്റെ ഭാഗമായി വികലമായ രൂപത്തിലാണ് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന മൈലക്കര വാർഡ് തന്നെ മൈലക്കര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കള്ളിക്കാട് മുകുന്ദറ പാലം കടന്ന് നെയ്യാറ് കടന്ന് ഇങ്ങ് പെരിഞ്ഞാങ്കടവ് വരെ ഏതാണ്ടുള്ള ഭാഗത്ത് പോയി പിന്നെ വീണ്ടും 6 നീന്തി കടന്ന് അപ്പുറത്ത് പെരിഞ്ഞാമെന്ന് പറയുന്ന പ്രദേശവും ചെറിഞ്ഞാങ്കോണവും എല്ലാം ഉൾപ്പെടുന്ന തരത്തിൽ അങ്ങനെ വാർഡുകളെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുണ്ടായിരുന്ന ഭൂമിശാസ്ത്രപരമായ അതിരുകളൊക്കെ ലംഘിക്കപ്പെട്ടാണ് പുതിയ വാർഡുകളും അതിൻ്റെ ഘടനയും ഒക്കെ വന്നിട്ടുള്ളത്. എന്തായാലും 10 വർഷക്കാലത്തേക്ക് ഇത് സഹിക്കേണ്ടതായി വരും, അടുത്തൊരു ഇത് വരുന്നത് വരെ. ആ നിലയിലാണ്. എങ്കിലും അതിനകത്ത് നിന്നുകൊണ്ട് പരമാവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഗ്രാമത്തിന് അഭിമാനകരമായ പല പദ്ധതികളും ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി റോഡുകളും അതുപോലെ ഞാൻ സൂചിപ്പിച്ച 93 ലക്ഷം രൂപ വിനിയോഗിച്ച് നെയ്യാറിന് കുറുകെ പെരിഞ്ഞാം, കാളിപാറ, ഇല്ലിടുംപാറ നിവാസികൾക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ നിർമ്മിച്ച പെരിഞ്ഞാങ്കടവ് പാലം, അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കാർഷിക മേഖലയിലടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജലസംരക്ഷണ പദ്ധതികൾ, ബണ്ട് റോഡുകൾ ഒക്കെ നിർമ്മിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമായി കാണുകയാണ്. അതുപോലെ പഞ്ചായത്തിൻ്റെ സുവർണ ജൂബിലി കാലയളവിലാണ് ഞാൻ പ്രസിഡൻ്റായിരുന്നത്. കള്ളിക്കാട് പഞ്ചായത്തിന് ഒരു പബ്ലിക് മാർക്കറ്റ് സ്വന്തമായി നിർമ്മിക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിലാണ്. അതുപോലെ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടു കൂടി ടൗൺ ഹാൾ കള്ളിക്കാട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു. കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ ഇന്ന് ഞാൻ പ്രതിദാനം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്ന മൈലക്കര വാർഡിൽ ഇന്നു കാണുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, അത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസായാലും ഫയർ സ്റ്റേഷൻ ആയാലും അംഗൻവാടി കെട്ടിടമായാലും കൃഷിഭവന്റെ പൂർത്തീകരണമായാലും കള്ളിക്കാട് പബ്ലിക് മാർക്കറ്റ് ആയാലും ടൗൺ ഹാൾ ആയാലും അവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും കള്ളിക്കാട് ഹോമിയോ ഡിസ്പെൻസറി ആയാലും ഈ പഞ്ചായത്തിൽ ഏതാണ്ട് 15ഓളം വരുന്ന അംഗൻവാടികൾക്ക് മന്ദിരങ്ങൾ നിർമ്മിച്ചതായാലും പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കി മാറ്റാൻ കഴിഞ്ഞതാലേ പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കാൻ കഴിഞ്ഞതും ഉൾപ്പെടെ അഭിമാനകരമായ ഒട്ടനവധി നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യവും അഭിമാനവും ഈ കാലഘട്ടത്തിലുണ്ട്. തീർച്ചയായും വളരെ ശക്തമായ ഒരു മത്സരമാണ് കള്ളിക്കാട് നടക്കുന്നതെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാം. എന്തായിരുന്നാലും വിനോദ് കുമാർ വീണ്ടും മത്സരരംഗത്തേക്ക് വന്നതോടെ കള്ളിക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ മേഖലയിൽ ഒരു ശക്തമായ മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ സതീഷ് പെരുമുണ്ടൊപ്പം നന്ദകുമാർ, CTV ന്യൂസ്.